ബാബു ഇവനാ കടയിലെ പുതിയ പണിക്കാരനാണ് കേട്ടാ പാവണിട്ട് ഇവൻ ചേട്ടാ എന്താണ് എന്റെ പേര്? മാലിക്. മാലിക്. ഓ വിട്ടോ നീ. ഇവനാള് ശരിയില്ല. എന്താ ചേട്ടാ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോളനി? ഇതെന്താ മിണ്ടില്ല സാധനം? പൊട്ടനാണ്. ഹരിദേവരാജൻ ആ പ്രതിയിൽ നിന്ന് 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങിയത് CCTV വ്യക്തമായതല്ലേ? അതേ ഞാനും റിപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ പോലീസ് റിപ്പോർട്ടിലും FIRലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ല. അതെ, അതിപ്പോ ബീഹാറിലോ മറ്റൊന്നും അല്ലല്ലോ. പ്രഭുത്തരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ജഡ്ജി തന്നെയല്ലേ കൈക്കൂലി മേടിച്ചിരിക്കുന്നേ? എടോ, തനിക്ക് തോന്നുന്നുണ്ടോ ആ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന്? നമ്മുടെ ചാനൽ പോലും തനിക്കെതിരാവും. സൂക്ഷിച്ചോ. ആ ദേ അവിടെ.
എന്നാ ശരി, കാണാം. ഓക്കെ ബൈ. പോലീസ് നൽകിയ സ്ഥിരീകരണം. മരണപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തക കൂടിയായ ശില്പ ജോണിന്റെ ജഡം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കുറിച്ചോ കൃത്യം ചെയ്ത പ്രതികളെ കുറിച്ചോ പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമപ്രവർത്തകയടക്കം 6 പേരെയാണ് സംഭവ സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണാൻ സാധിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ഓരോരുത്തരെയും കൊല ചെയ്തിരിക്കുന്നത്. ഒരാളെ തലക്കീഴായി കെട്ടിത്തൂക്കിയിട്ട നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. സർ, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ സർ? പ്ലീസ് സർ. സർ സാർ, നഗരത്തിൽ മുമ്പ് നടന്ന കൊലപാതകങ്ങളുമായി അത് സാമ്യമുണ്ട് സാർ. വീഡിയോ ഉൾപ്പെടെ എല്ലാവരും ഇവിടുന്ന് മാറണം. സംഭവം ആരാധ്യം കണ്ടു. പുലർച്ചെ മീൻ പിടിക്കാവുന്നവരാണ് സർ. ആ, ജങ്കാറിന്റെ ലാസ്റ്റ് ട്രിപ്പ് എത്ര മണിക്കായിരുന്നു? ജങ്കാർ 9 മണി വരെയാണ്. 10 മണിയേക്കാളുണ്ടാവും സാർ. ജോർജേട്ടാ, നമ്മുടെ കേക്കയിലേക്കുള്ള സാധനം ഏതാ? കേക്ക്. എടാ സാബു, ആ കേക്കയുടെ സാധനം എടുത്തു കൊടുത്തേ. കൊടുക്കൂലേ ഇത്? എന്താടപ്പാ, നിന്റെ നാട്ടിൽ എന്തൊക്കെയാടായി നടക്കുന്നത്? എന്റെ ചേട്ടാ, രാത്രി കമ്പനിയുടെയും കഴിഞ്ഞ് ഏലൂര് ചെല്ലുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് സൂബൈക്ക് എണീറ്റപ്പോഴല്ലേ അറിയണത് പോലീസും വണ്ടിയും ബഹളവും ആകെ കബൂറായി. നമ്മുടെ നാടിന്റെ ഒരു പോക്കേ. ഒരു ദിവസം 4 എണ്ണത്തിനൊക്കെ അല്ലേ തീർക്കുന്നേ? പോലീസ് പരക്കം പാരുന്നുണ്ട്. എന്തൊക്കെയോ തുമ്പ് കിട്ടിയിട്ടുണ്ടെന്നാ പറയണത്. എന്തായാലും സർക്കാർ താഴെ വീഴാൻ സാധ്യതയുണ്ട്. എന്തിന്? ഈ ചത്തോമാരത്ര പുണ്യാളന്മാരൊന്നും അല്ലല്ലോ. പിന്നെ ചെയ്തത് എത്ര വലിയവന്മാരായാലും നമ്മുടെ പോലീസല്ലേ പൊക്കിയിരിക്കും. അതാണ് അകത്താക്കും. നമ്മുടെ പോലീസിനോടാണ് കളി. എന്നാലും ആ പെങ്കൊച്ച് അവിടെ എങ്ങനെ വന്ന് പെട്ടു എന്നാ എന്റെ സംശയം. പിന്നെ പെങ്കൊച്ചി ഇവള് വരക്ക കൊട്ടേഷനാണെന്നേ. ഓടാ.